RRB ALPയുടെ 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോകാനുള്ള ഒരു ഷോർട്ട് നോട്ടീസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2024 എക്സാം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി CBT 2 ഉണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതെല്ലാം അവിടെ കിടക്കുകയാണ്. അതിനോടകം തന്നെ ഈ ഒരു എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. അതായത് RRB ALP വീണ്ടും 2025 കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ഷോർട്ട് നോട്ടീസ് വൈറലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ALP എക്സാം ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. എല്ലാ ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എല്ലാ ITക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മൾ അതിന് എലിജിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്യുന്നത്. സോ RRB ALP എക്സാമിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRB ALP എക്സാമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC plus ITI from a recognized institution of NCVT or SCVT. അതായത് നിങ്ങൾക്ക് SSLC plus ITI അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പ്ലസ് ITI ആണ് വേണ്ടത്. ആൻഡ് ഇൻ ദ ട്രേഡ്സ് ഓഫ് ഏതെല്ലാം ട്രേഡ് പറഞ്ഞിട്ടുണ്ട് നോക്കുക: ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽ റൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ, മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, അതേപോലെ മെക്കാനിക് ഡീസൽ, ഹീറ്റ് എൻജിൻ, ടേർണർ, മെഷീനിസ്റ്റ്, അതേപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക്. ഇതെല്ലാം ITI ക്വാളിഫിക്കേഷനുള്ള യോഗ്യതയാണ്. അതായത് ITI കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ITI കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഇല്ല, ഞാൻ ഈ പറഞ്ഞ ട്രേഡുകളിൽ കഴിഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ സംശയമാണ് ITI കഴിഞ്ഞ ആളുകൾക്ക് മാത്രമാണോന്ന്. അല്ല, ITI കഴിഞ്ഞ ആളുകൾക്ക് മാത്രമല്ല. പിന്നെ അടുത്ത ക്വാളിഫിക്കേഷൻ, ഇത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് അബോവ്. അതായത് നിങ്ങൾ SSLC കഴിഞ്ഞതിന് ശേഷം കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ ട്രേഡ് മെൻഷൻഡ് അബോവ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് 3-year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അതായത് നിങ്ങൾ ഈ ഒരു മെട്രിക്കുലേഷൻ പ്ലസ് എന്താണ് 3-year ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഈ ബ്രാഞ്ചസുകാർക്കാണ്. അപ്പോൾ ഇതിൽ ക്ലിയർലി മനസ്സിലാക്കേണ്ടത് മറ്റു ബ്രാഞ്ചസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല. കെമിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഈ ബ്രാഞ്ചസ് ആണ്, അതായത് ഒന്നുകൂടി പറയണം, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഫ്രം ദ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ലിയോ ഓഫ് ITI എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതായത് ചില ബ്രാഞ്ചസിന്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമുണ്ട്, ഇലക്ട്രോണിക്സ് മാത്രമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കോമ്പിനേഷൻ ആണ്. സോ അതേപോലുള്ള ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ബ്രാഞ്ചസിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ്. ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെക്ഷനാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, ആദ്യം ITI പറഞ്ഞു, പിന്നെ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് പറഞ്ഞു, മൂന്നാമത്തത് ഡിപ്ലോമ പറഞ്ഞു അല്ലേ. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആസ് എബോവ് വിൽ ഓൾസോ ആക്സെപ്റ്റബിൾ ഇൻ ലിയോ ഓഫ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. അതായത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗും എന്താണ്, ഇതിൻ്റെ ഒരു യോഗ്യതയാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 രീതിയിലാണ് നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒന്ന് ITI കഴിഞ്ഞ ആളുകൾക്ക്, 2 കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ആളുകൾക്ക്, മൂന്നാമത്തത് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക്, നാലാമത്തത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്. എഞ്ചിനീയറിംഗിലും ഇതേ ബ്രാഞ്ചസുകൾ തന്നെയാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ ഈ യോഗ്യത കഴിഞ്ഞ ആളുകളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ, ഒരു തുടക്കക്കാരനല്ലേ, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ഒരുപക്ഷെ 60,000 70,000 മുകളിൽ സാലറിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ALP ആയിട്ട് ജോലി ലഭിക്കാൻ പോകുന്നത്. സോ ഇത്രയും ഉയർന്ന സാലറി ഉള്ള ഒരു ജോബ് പ്രൊഫൈലാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. സോ 2025 9,900 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തല്ലേ? അപ്പോൾ എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം മികച്ച ക്ലാസ്സിലൂടെ നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ALP ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും.